നാം കണ്ടു, കപിലാവതാരത്തെ കണ്ടു, ഗർഭാവസ്ഥയെ നമ്മൾ മുൻപേ കൂട്ടി കണ്ടു. 31-ാം അധ്യായത്തിലാണ് കപിലവാസുദേവമൂർത്തി അന്ന് 5000 വർഷം മുമ്പ് വേദവ്യാസ ഭഗവാൻ അന്ന് രചിച്ചു. 5000 വർഷം മുമ്പ് വേദവ്യാസ കൃഷ്ണദ്വൈപായനൻ എന്ന് പറയുന്ന വേദവ്യാസ മഹർഷി, ശ്രീകൃഷ്ണ ഭഗവാന്റെ അംശാവതാരം വേദവ്യാസൻ. ഭാഗവതം പറയുന്നു, വേദം വ്യസിച്ച മുനി മോദം വരാഞ്ഞു പുനരേതച്ചകാര കില നാരായണായ നമ. മതിയായില്ല, 18 പുരാണം രചിച്ചു, എന്നിട്ടും മതിയായില്ല. ആ വേദവ്യാസ മഹർഷി അന്ന് മുൻകൂട്ടി കണ്ടു എങ്ങനെയാണ് ഗർഭാവസ്ഥ. ഗൈനക്കോളജി യഥാർത്ഥമായിട്ടും വേദവ്യാസനല്ലേ. ഭാഗവതത്തിൽ 33-ാമത്തെ സ്കന്ധത്തിൽ 31-ാം അധ്യായത്തിൽ പറഞ്ഞു ഗർഭാവസ്ഥ എങ്ങനെയാണെന്ന്. നാം മുൻപ് നമ്മൾ കണ്ടുപോയി. 1-ാം മാസം, 2-ാം മാസം, 3-ാം മാസം എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ആ അധ്യായം എല്ലാം കഴിഞ്ഞ് ദക്ഷയാഗത്തിലേക്ക് 4-ാം സ്കന്ധത്തിൽ പ്രവേശിച്ചപ്പോൾ അഹങ്കാരത്തിൻ്റെ മൂർധന്യാവസ്ഥയിലുള്ള ദക്ഷ പ്രജാപതി 96 തത്വങ്ങളിൽ ഒരു തത്വമാണ് അഹങ്കാര തത്വം. ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. കോപം കൊണ്ടു ശപിക്കരുതാരും ഭഗവൽമയമെന്നോർക്ക സമസ്തം സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ നാരായണ ജയ എന്ന് നമ്മൾ രാവിലെ കണ്ടു ഭാഗവത കീർത്തനത്തിൽ കൂടി. ആർക്കും അഹങ്കാരം പാടില്ല. ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിതു തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദനാരായണായ നമ. ഇതൊക്കെ നമ്മൾ ചൊല്ലും. പക്ഷേ മുൻപേ നിൽക്കുന്ന തമോ ഗുണമല്ലേ. പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ കഥ നമ്മൾ കണ്ടു. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. സത്വഗുണപ്രധാനിയായ പരീക്ഷിത്ത് മഹാരാജാവ്, അദ്ദേഹത്തിനൊരു ആവശ്യം വന്നപ്പോൾ രജോ ഗുണപ്രധാനിയായി മാറി. അത്യന്താപേക്ഷിതമായ കാര്യം വന്നപ്പോൾ ഉത്തംഗ ശൃംഗത്തിലെത്തി തമോ ഗുണം. നമുക്കാർക്കും അപ്രകാരമുള്ള ഗുണം വരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ ആ സത്വഗുണം നമ്മളിലേക്ക് ഉത്ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ദക്ഷയാഗം കഥ വളരെ വിസ്തരിച്ച് പറയേണ്ടതാണ്. എങ്കിലും ബ്രഹ്മപുത്രനായ ദക്ഷൻ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, 4 ഭാവം. ഒരു ഗൃഹം നിർമ്മിക്കുമ്പോൾ 4 ഭാവത്തിൽ വേണം ഗൃഹം നിർമ്മിക്കാൻ. ഗൃഹപ്രവേശന കർമ്മം വരുന്നുണ്ട് ഭാഗവതത്തിൽ കൂടി. ആ സമയം ഗൃഹപ്രവേശനത്തിലേക്ക് പ്രവേശിക്കാം. ഇവിടെ 96 തത്വത്തിലൊരു അഹങ്കാര തത്വമായ ദക്ഷൻ അദ്ദേഹം യൗവനയുക്തനായി, കൗമാരപ്രായമായി കഴിഞ്ഞു, യൗവനമായി വിവാഹം കഴിച്ചു. നമ്മൾ കണ്ടു പ്രസൂതി. വേദവല്ലി എന്ന് കഥകളി ഭാഷയിൽ ദക്ഷൻ്റെ പത്നിക്ക് പേര്. ദക്ഷനും പത്നിയും കൂടി കാളിന്തി തീരത്ത് എത്തുന്നു. ആ കാഴ്ചകളെല്ലാം കണ്ട്, നയന മനോഹരമായ കാഴ്ച കണ്ട് വേദവല്ലിയോട് പറഞ്ഞു, കാളിന്തിയിലൊരു താമ്രപത്രത്തിൽ ഒരു താമരയിലയിൽ ഒരു ശംഖ് കിടക്കുന്നത് കണ്ടോ, എത്ര സുന്ദരമായ ശംഖാണത്, അതൊന്ന് എടുത്താലോ. ദക്ഷൻ പതുക്കെ കാളിന്തി തീരം തന്നിൽ, അല്ലേ, നമ്മൾ ചില ഗാനങ്ങളൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം. ആ കാളിന്തിയിലേക്ക് ഇറങ്ങി ആ താമരയിലയുടെ മുകളിൽ കിടന്ന ആ ശംഖ്, പൂജയ്ക്ക് ഉപയോഗിക്കുന്ന ശംഖ്, അവിടെ നാദം മുഴക്കുന്ന ശംഖിനൊരു ഒരു പേരുണ്ടല്ലോ. ശ്രീകൃഷ്ണ ഭഗവാന്റെ കയ്യിരിക്കുന്ന ശംഖിനൊരു പേരുണ്ടല്ലോ, പാഞ്ചജന്യം, അല്ലേ. ആ ശംഖ് അവിടെ താമരയുടെ ഇലയുടെ മുകളിൽ, വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നു. എന്തോ ഒരു പ്രത്യേകത ആ ശംഖിന് തോന്നിയത് കൊണ്ട് ആ ദക്ഷൻ എന്ത് ചെയ്തു, വളരെ സാവകാശം വെള്ളത്തിലേക്ക് ഇറങ്ങി ആ ഇലയുടെ മുകളിലെ ശംഖ് കയ്യിലെടുക്കുകയും പങ്കം പോക്കുന്ന കാളിന്തിയിൽ മുഴുകി ശംഖം കയ്യിലാക്കുന്നളവിലതുമഹോ കന്യകാരത്നമായി. ആ ശംഖ് കയ്യിലെടുത്തപ്പോൾ ശംഖ് പെട്ടെന്ന് മാറി ഒരു
കന്യകാരത്നമായി പരിണമിച്ചു. ശങ്കിച്ചോ ശങ്കര പ്രണയിനി മകളായി വന്നു ഭാഗ്യാൽ എനിക്കെന്നങ്കേ ചേർത്തിട്ടു പത്നിയ പ്രണയ പരവശൻ ദക്ഷനിധം ബഭാഷേ. നാഥേ, നമുക്ക് വളരെ പുത്രിമാരുണ്ട്. അശ്വതി മുതൽ രേവതി വരെയുള്ള അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി പുത്രിമാർ ധാരാളമുണ്ട്. എങ്കിലും ഭഗവാൻ തന്ന നിധിയാണത് ഈ പൈതൽ. നമുക്ക് ആ കുട്ടിയെ വളർത്താം. സുഹൃത്തുക്കളെ, ഈ താമരയിൽ നിന്നും കിട്ടിയ ഈ ശംഖ് പരിണമിച്ച് കന്യകാരത്നമായ ആ കുട്ടി സ്തന്യം കൊടുത്തു വേദവല്ലി എന്ന പ്രസൂതി. കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി പേരിട്ടു. ആ കുട്ടിക്ക് വിട്ട പേര് സതി. സതീദേവി ബാല്യം, കൗമാരം, യൗവനയുക്തയാകാൻ പോകുന്ന സതീദേവി ഭഗവാനെ പ്രാർത്ഥിച്ചു. ശ്രീ നീലകണ്ഠ ഗുണസിന്ധോ. തനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ, മുൻപ് നമ്മൾ കണ്ടതുപോലെ ഇത് പച്ചയാണിത്, നീലയാണിത്, തെങ്ങും പൂക്കലാണിത്, നെല്ലാണിത്, അച്ഛനാണ്, അമ്മയാണ് എന്നറിയുന്ന നിമിഷം മുതൽ സതീദേവി എന്ത് ചെയ്തു? തനിക്ക് വിവേകമുദിച്ച സമയം മുതൽ മഹാദേവനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരമേശ പരമേശ പാഹി പാഹി മാം. ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ചു. എന്തിനു പ്രാർത്ഥിച്ചു? സതീദേവി ഭഗവാനെ പ്രാർത്ഥിച്ചത് എന്തിന്? എൻ്റെ ഭർത്താവായിട്ട് ഭഗവാൻ വരണം. സതീദേവി പ്രാർത്ഥിച്ചു, എൻ്റെ ഭർത്താവായിട്ട് കൈലാസനാഥൻ രംഗത്ത് വരണം. നമുക്കറിയാം ഇന്നത്തെ കാലം, ദോഷം പറയരുത് ഇല്ലേ? മുഖബുക്കിൻ്റെ പുറകെ പോയല്ലേ ഭർത്താക്കന്മാരെ തേടുന്നത്. നാരായണ, അതിനൊന്നും പുറകെ പോകരുതേ പ്രിയ സജ്ജനങ്ങളെ. അതിന് പോകാതിരിക്കുവാൻ ഇതിലേക്ക് വ്യാപൃതരാകണം എന്നൊരിക്കൽ കൂടി സന്ദേശം നൽകിക്കൊണ്ട് ആ ഭഗവാൻ എന്ത് ചെയ്തു? സതീദേവിയുടെ പ്രാർത്ഥന കേട്ടു. പരീക്ഷണത്തിനായിട്ട് ഭഗവാൻ ഒരു സന്യാസിയുടെ വേഷത്തിൽ സതീദേവിയുടെ മുമ്പിലേക്ക് എത്തി. കന്യകമാർ മൗലീമണേ ബാലേ എന്ന് ചൊല്ലിക്കൊണ്ട് സതീദേവിയുടെ പക്കലേക്ക് എത്തിയപ്പോൾ ശബ്ദം കേട്ടപ്പോൾ തിരിച്ചിരുന്നൊരു വൃദ്ധൻ, ഒരു സന്യാസിയാണെന്നറിഞ്ഞു. നമസ്കാരം പ്രഭു, ഇരുന്നാട്ടെ. സതീദേവി ഇരുന്ന പീഠം മാറ്റിക്കൊടുത്തുകൊണ്ട് വന്ന സന്യാസി അവിടെ ഇരുത്തി. ചോദിച്ചു, ബാലേ, നീ ആരാണ്? നീ എന്തിനാണ് ഇങ്ങനെ തപസ് ചെയ്യുന്നത്? ആരെയാണ് തപസ് ചെയ്യുന്നത്? പ്രഭു, നമസ്കാരം പ്രഭു. സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം. ആരെ കണ്ടാലും നമസ്കാരം പറയണം. അത് നമുക്കില്ല. പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ അച്ഛനെയും അമ്മയും നമസ്കാരം പറയുന്നവരുണ്ടോ? മനസാക്ഷിയോട് ചോദിച്ചാൽ മതി. നമ്മുടെ വളം വയ്ക്കേണ്ടത് മൂലത്തിലാണ്. ക്രിസ്തീയ സഹോദരന്മാർ ബൈബിൾ ക്ലാസ് നടത്തുമ്പോൾ അവർക്ക് മൂലം ചുവട്ടിൽ കൊടുക്കും വളം. മുസ്ലിം സഹോദരന്മാർ അവരെ മദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ അവരുടെ ആചാര സംസ്കാരം അവരെ അവിടെ വച്ച് പഠിപ്പിക്കും. ഹിന്ദു സമൂഹം ഒരിക്കലും ഹിന്ദുവിനെ കുറ്റം പറയുന്നതല്ല. ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റ് അച്ഛനെയും അമ്മയും നമസ്കരിക്കുന്നവരുണ്ടോ? മനസാക്ഷിയോട് ചോദിച്ചാൽ മതി. ഇന്നലെ നമ്മൾ കണ്ടു, അമ്മാവൻ ഇരിക്കുന്ന കസേരയിൽ തൊട്ടടുത്ത് കാലും വെച്ചല്ലേ ഇന്ന് അനന്തരവന്മാരിയ്ക്കുന്നത്. പണ്ടേ കണക്ക് വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകെയെങ്കലിക നാരായണായ നമ. പണ്ടത്തെ കാലം ഇനി എന്ന് വരാനാ? എത്ര സന്തോഷകരമായ കാലമായിരുന്നു അന്ന്. സുഹൃത്തുക്കളെ, സതീദേവി എഴുന്നേറ്റു, നമസ്കരിച്ചു. നമസ്കാരം പ്രഭു, ഇരുന്നാട്ടെ. സതീദേവി ഇരുന്ന പീഠം മാറ്റി കൊടുത്തു. അദ്ദേഹം ഇരുന്നു. ആരെയാണ് നീ തപസ് ചെയ്യുന്നത്? പ്രഭു, സാക്ഷാൽ കൈലാസനാഥനായ മഹാദേവനെയാണ്. എന്തിനാണ് തപസ് ചെയ്യുന്നത്? പ്രഭു, കുട്ടിക്കാലം മുതൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തി. നാമം ജപിച്ചു. നമ ശിവായ നമ ശിവായ നമ ശിവായ പാഹിമാം നമ ശിവായ പാർവതീശ പാപനാശനാഹരെ. മനുഷ്യനായി മണ്ണിൽ വന്നു ഞാൻ പിറന്ന കാരണം
മനപ്രസാദമില്ലെനിക്കു വ്യാധി കൊണ്ടൊരിക്കലും മുഴുത്തു വന്ന വ്യാധി വേരറുത്തു ശാന്തി നൽകുവാൻ നമ ശിവായ പാർവതീശ പാപനാശനാഹരി. കുഞ്ഞുനാൾ മുതൽ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചു ഭഗവാന്റെ നാമങ്ങൾ. ആ ഭഗവാൻ എൻ്റെ പതിയായി വരണം, ഭർത്താവായി വരണം. സതീദേവി, നീ എന്താ ഈ പറയുന്നത്? ശിവഭഗവാൻ നിൻ്റെ ഭർത്താവായി വരണമെന്നോ? അതെങ്ങനെയാ ശരിയാകുന്നത്? അതെന്താ പ്രഭു അങ്ങനെ പറയാൻ കാര്യം? ഹേയ്, ആന ആടും പോലുള്ള അന്തരമല്ലേ നിങ്ങൾ തമ്മിൽ? എന്താ പ്രഭു ഇങ്ങനെ പറയുന്നത്? യൗവനയുക്തിയായ കുമാരി കന്യകെ, കൈലാസനാഥനെയാണോ നീ വിവാഹം കഴിക്കാൻ പോണത്? അതേ പ്രഭു. എന്താ പ്രഭു അങ്ങനെ പറയുന്നത്? ഹേ മൂഢേ, കൈലാസനാഥനായ ശിവഭഗവാന് താമസ സൗകര്യം വല്ലതും ഉണ്ടോ? ആ കൊടിയ കൈലാസ, ആ കൊടജാദ്രിയിൽ, ആ വലിയ പർവ്വതത്തിൻ്റെ അകത്തല്ലേ അദ്ദേഹം താമസിക്കുന്നത്? അവിടെ ഒരു ബെഡ്റൂം ഉണ്ടോ? മര്യാദയ്ക്ക് താമസിപ്പിക്കാൻ സൗകര്യമുണ്ടോ? സതീദേവിക്ക് വിഷമമായി. സന്യാസി വര്യനാണ്, കയർക്കാൻ പാടില്ല. മുതിർന്നവരെ തർക്കുത്തരം പറയരുത്, മുതിർന്നവരോട് തർക്കുത്തരം പറയരുത്. ഒരു ദിവസം ഒരു മിനിറ്റ് മുൻപോട്ടുള്ള ട്വിൻസായിട്ട് പ്രസവിച്ചാൽ ഒരു മിനിറ്റ് മുൻപിൽ പ്രായപൂർത്തിയായ പ്രായമുണ്ടെങ്കിൽ താഴ്ന്നു വന്നവരെ അല്ലേ ദ്വേഷിക്കാൻ പാടില്ല. മുതിർന്നവരെ ഗുരുസ്മരണ ഉണ്ടാവണം, ഗുരുത്വദോഷം ഉണ്ടാക്കരുത്. ഒന്നും വേണ്ടിയില്ല. സതീദേവി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. പ്രഭു എന്താ ഈ പറയുന്നത്? അല്ല കുട്ടി, നീ ആരെയോ ഒന്നുകൂടെ പറഞ്ഞാട്ട്, നീ ആരെയോ വിവാഹം കഴിക്കാൻ പോണേ? മഹാദേവന്. മഹാദേവന് ഇരിപ്പിടമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ പാമ്പുകളല്ലേ, സർപ്പവിഭൂഷണനല്ലേ? അയ്യോ, കൂടാതെയോ അദ്ദേഹം കൊടുത്തിരിക്കുന്നത്, അദ്ദേഹത്തിന് വസ്ത്രമുണ്ടോ സതി? ഒരു കിടക്കപ്പാടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുഴുവൻ മാലകൾ, മുഴുവൻ സർപ്പങ്ങളല്ലേ? അയ്യോ ചാമ്പൽ. ആ ശ്മശാനത്തിൽ നിന്നും ആ ചാരം വാരി പൂശി ഭസ്മമാണെന്നും പറഞ്ഞ് പൂശുന്ന ആ ശിവനെയാണോ? കുറേ ദൂഷ്യങ്ങൾ ഈ സന്യാസി വര്യൻ പറഞ്ഞു. നിർത്തൂ, ഈ ജൽപ്പതങ്ങൾ നിർത്തൂ, എനിക്ക് കേൾക്കണ്ട. എൻ്റെ ഭഗവാനെ കുറിച്ചാണോ അങ്ങീ പറയുന്നത്? ഞാൻ ഇത്രയും നേരം ക്ഷമിച്ചു ഭഗവാനെ. പ്രഭു ക്ഷമിക്കണം, എൻ്റെ ഭഗവാനെ കുറിച്ചാണോ അങ്ങ് ഇങ്ങനെ പറയുന്നത്? എനിക്ക് കേൾക്കണ്ട. കുറേ നേരം തർക്കുത്തരം മിണ്ടാതെ വലിയ കോപമില്ലാത്ത സതീദേവി പറഞ്ഞപ്പോൾ സതീദേവി മുഖം തിരിച്ചു. കുമാരി, എനിക്ക് കേൾക്കണ്ട. കുമാരി ഇങ്ങോട്ട് നോക്കൂ. എനിക്ക് കേൾക്കണ്ട. ഇങ്ങോട്ട് നോക്കുന്നേ, ഒന്ന് നോക്കുന്നേ. സതീദേവി നോക്കിയപ്പോൾ സാക്ഷാൽ വിപ്രദോർഭ്യകുടാരം മൃഗമഭയവരോ സുപ്രസന്നോ മഹേശ സർവാലങ്കാരദീപ്ത സരസിജ നിലയോ വ്യാഘ്രചർമാത്തവാസ ധ്യേയോ മുക്താപരാഗ അമൃതരസകരിതാദ്രിപ്രഭ പഞ്ചവസ്ത്രസ്ഥൈകോടീരകോടി കടിതതുഹിനരോചിഷ്കലാതുംഗമൗലി. സാക്ഷാൽ മഹാദേവൻ സർവാഭരണ വിഭൂഷണനായിട്ട് മുമ്പിൽ നിൽക്കുന്നു. പ്രഭോ മുട്ടുകുത്തി നമസ്കരിച്ചു. എന്നെ പരീക്ഷിക്കാൻ വന്നതാണോ പ്രഭു? എന്നോട് ക്ഷമിക്കണം. ഞാൻ അങ്ങയോട് എന്തെങ്കിലും കയർത്തു പറഞ്ഞുവെങ്കിൽ ദയവായി എന്നോട് ക്ഷമിക്കണം. ഗുരുക്കന്മാരെ വന്ദിക്കണം, നിന്ദിക്കാൻ പാടില്ല. എൻ്റെ വായിൽ നിന്നും നാവിൽ നിന്നും എന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടെങ്കിൽ പ്രഭോ നമസ്കാരം, നമസ്കാരം, ക്ഷമാപണം, ക്ഷമാപണം, ക്ഷമാപണം മൽ പ്രിയ ഭഗവാനെ. നാഥേ, സമയം വരട്ടെ, ഞാൻ പാണിഗ്രഹണം ചെയ്തു കൊള്ളാം. സുഹൃത്തുക്കളെ, ഇന്ദ്രസഭയിൽ വെച്ച ദക്ഷ പ്രജാപതി തൻ്റെ മകളെ സതീദേവിയെ വേദവല്ലിയോടൊപ്പം പരമശിവന് പാണിഗ്രഹണം ചെയ്തു കൊടുത്തു. നമ്മൾ പാണിഗ്രഹണം ചെയ്യുന്നത് ഗുഹബുക്കിൽ കൂടിയാണ്. നാരായണ, അതിൻ്റെ പുറകെ പോകരുത്. എപ്പോഴും സന്ദേശം. എനിക്ക് കുട്ടികളെയാണ് മുമ്പിൽ കാണേണ്ടത്. അവരെ വേണം ഇന്നത്തെ ന്യൂ ജനറേഷൻ നല്ല രീതിയിൽ പോകണമെങ്കിൽ അവരെയൊക്കെ യജ്ഞശാലയുടെ മുൻപിൽ കൊണ്ടിരുത്തണം. ഏതെങ്കിലും യജ്ഞശാല, നമ്മുടെ യജ്ഞശാല എന്ന് പറയുന്നില്ല. സുഹൃത്തുക്കളെ, ഇതിൻ്റെ ഒന്നും പുറകെ പോകാതിരിക്കാൻ ആത്മീയതയ പൂർണ്ണമായിട്ടും സന്യാസിയാകണ്ട. അല്പം ഈശ്വരവിശ്വാസം അവർക്കുണ്ടാവട്ടെ. ഇന്നത്തെ തലമുറകൾക്ക് അതില്ലാത്തതിൻ്റെ ഭവിഷ്യത്ത് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ദ്രസഭയിൽ വെച്ച് പരമശിവൻ സതീദേവിയെ പാണിഗ്രഹണം ചെയ്തു, കൈക്ക് പിടിച്ചു. ബ്രാഹ്മണ സമുദായക്കാർ തൻ്റെ അച്ഛനാണ് പൊന്നണിയിച്ചു കൊടുക്കുന്നത്. പാണിഗ്രഹണം ചെയ്യുന്നത് മാത്രമാണ് വരൻ. ബ്രാഹ്മണ സമുദായത്തിൽ വരൻ എന്ന് പറയും, ഉണ്ണി എന്ന് പറയും. നമ്മുടെ സാധാരണ സമുദായത്തിൽ ചെറുക്കൻ പെണ്ണ്, പെണ്ണും ചെറുക്കൻ എന്ന് പറയും, വധൂവരന്മാർ. ഇവിടെ ദേവന്മാരുടെ താഴെയുള്ള ബ്രാഹ്മണാദികൾ മകളെ പൊന്നണിയിച്ചു കൊടുക്കും, താലി ചാർത്തി കൊടുക്കും. ഇവിടെ പാണിഗ്രഹണം ചെയ്തു, കൈക്ക് പിടിച്ചു. പരസ്ത്രീ സ്പർശം പാടില്ല, ഷെയ്ക്കാൻഡ് കൊടുക്കാൻ പാടില്ല. തൻ്റെ സ്വന്തം ബന്ധുക്കളല്ല, രക്തബന്ധമുള്ള ആളിന് മാത്രമേ ഷെയ്ക്കാൻഡ് കൊടുക്കാവൂ, അല്ലാത്തവർക്ക് ഷെയ്ക്കാൻഡ് കൊടുക്കരുത്. പരസ്ത്രീയെ തൊടാൻ പാടില്ല.
ഇവിടെ പാണിഗ്രഹണം ചെയ്തു കൊടുത്തു. ഭഗവാൻ എന്ത് ചെയ്തു അറിയാം, ദക്ഷന് സ്വല്പം അഹങ്കാരമുണ്ടെന്നറിയാം ഭഗവാന്, മഹാദേവന്. അതുകൊണ്ട് എന്തു വേണ്ടി പെട്ടെന്ന് പാണിഗ്രഹണം ചെയ്തു, മാല ചാർത്തി അപ്രത്യക്ഷമായി. സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ കതർ മണ്ഡപത്തിൽ നിന്നും വിവാഹം കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ വീഡിയോഗ്രാഫർമാർ, ക്ഷമിക്കണം, അവരാണ് കരയിക്കുന്നത്. ആ കുട്ടി എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പോയി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ കുട്ടി ഇരുന്നത് അല്ലേ? അപ്പോൾ വീഡിയോഗ്രാഫർമാർ നിർബന്ധിക്കും, കുഞ്ഞെ കുഞ്ഞെ ഒന്ന് കണ്ണീരൊക്കെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കണ്ണിലൊഴിച്ചാട്ടെ, നാരായണ, അവർക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി അല്ലേ? കരയരുത്. എന്താ വിട്ടുപോവാണോ? കുട്ടിയെ വിവാഹം കഴിച്ചു കൊടുത്തു വെച്ചാൽ ബാധ്യത തീർന്നു അല്ലേ? നമ്മുടെ മകൾ പ്രായമായി വരുമ്പോൾ വിവാഹ മണ്ഡപത്തിലേക്ക്, കതർ മണ്ഡപത്തിലേക്ക് എത്തിച്ച് ആ വധൂവരന്മാരായി ആ പാണിഗ്രഹണം ചെയ്ത് താലി ചാർത്തി കഴിഞ്ഞ് സിന്ദൂരരേഖയിൽ സിന്ദൂരമൊക്കെ തൊട്ട് കഴിഞ്ഞാൽ മാലയൊക്കെ ചാർത്തി പ്രദർശനം ചെയ്തു, ഭർത്താവിൻ്റെ വീട്ടിൽ എത്തിച്ചു കഴിഞ്ഞാൽ ബാധ്യത തീർന്നു. ശരിയാണോ? എന്താ മിണ്ടാത്തത്? അയ്യോ തീർന്നു എന്ന് പറഞ്ഞവരൊക്കെ സദസ്സിലുണ്ട്, ഇവിടെ അല്ല, പൂർവ്വ സദസ്സുകളിലുണ്ട്. ബാധ്യത തീർന്നോ? തൻ്റെ മകൾ ഇത്രയും പ്രായമായി, വിവാഹപ്രായമായി, 4 പേരെ അറിയെ ചെയ്ത് കതർമണ്ഡപത്തിൽ വെച്ച് വിവാഹം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ കൊണ്ട് എത്തിച്ചാൽ ആ അച്ഛൻ്റെ അമ്മയുടെ ബാധ്യത തീർന്നില്ല. തീർന്നോ? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ എന്ത് ചെയ്തു? അപ്രത്യക്ഷമായി. ദക്ഷൻ്റെ അഹങ്കാരം വർദ്ധിച്ചു. ഇന്ദ്രനോട് ചോദിച്ചു, ദധീജി മഹർഷി അവിടെ ഇരിപ്പുണ്ട്, ഹേയ് മഹർഷേ, ഈ കാണിച്ചത് ശരിയാണോ? ഇത്രയും നമ്മുടെ സദസ്സിൽ വെച്ച് എൻ്റെ മകൾ ഇത്രയും പ്രായമായി വന്നു, എനിക്ക് കിട്ടിയ ഭാഗ്യമാണ്, നിധിയാണ് സതി. താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, തലയെ വെച്ചാൽ പേനരിക്കും എന്ന് വിചാരിച്ച് ഞാൻ വളർത്തിക്കൊണ്ടുവന്നു. എന്നോടൊരു അക്ഷരം പോലും മിണ്ടാതെ എൻ്റെ മകൾ, അമ്മയോട് പോലും മിണ്ടാതെ ആ ശിവൻ ഇത്ര അഹങ്കാരിയോ? ഇതിന് ഞാൻ പ്രതികാരം ചെയ്യും. പാടില്ല. ദധീജി മഹർഷി പറഞ്ഞു, ദക്ഷ പാടില്ല. അതിനെന്തെങ്കിലും കാരണം? മഹാദേവന്. ഏത് മഹാദേവൻ? ദക്ഷന് അഹങ്കാരം കൂടി. ഇതിന് ഞാൻ പ്രതികാരം ചെയ്യും. എന്ത് ചെയ്തു? 30 സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയുന്നു, 33 കോടി ദേവഗണങ്ങളെയും വിളിച്ചു. ദക്ഷനൊരു യാഗം നടത്താൻ തീരുമാനിച്ചു. ശിവഭഗവാനെ മാത്രം ക്ഷണിച്ചില്ല. സമയം സമാഗതമായി. ദക്ഷയാഗോത്സവം ആരംഭിച്ചു കഴിഞ്ഞു. നാരദ മഹർഷി മുഖാന്തരം സതീദേവി അറിഞ്ഞു, നാരദൻ ഏഷണിക്കാരനല്ല. ചേച്ചി ആ പോകുന്നവൾ കണ്ടോ, അവൾ നാരദൻ്റെ സ്വഭാവമാണ്, മന്ധരയുടെ സ്വഭാവമാണ്. പറയരുതേ, ആരെയും കളിയാക്കരുതേ. 1-ാം തരം സന്ദേശവാഹനാണ്, മെസ്സഞ്ചറാണ്. ആര്? ബ്രഹ്മർഷി ദേവർഷി നാരദര്. എവിടെ അനീതിയുണ്ടോ അവിടെ നീതിക്ക് വേണ്ടി എത്തും. അപ്പോൾ നമ്മൾ വിളിക്കരുത്, അവൻ്റെ സ്വഭാവം നാരദൻ്റെ സ്വഭാവമാണ്, നമ്മളെ പറയുള്ളൂ അല്ലേ? മഹാബലിയെ വേണ്ടാത്ത തരത്തിൽ ചിത്രീകരിക്കുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ? തിരുവോണ നാളിൽ കട തുറന്ന് വെക്കുന്നത് ഹിന്ദു സമൂഹം മാത്രമേ ഉള്ളൂ. അടച്ചിടണം. 3 മാസമാണ് മലപ്പുറത്ത് സഹോദരന്മാർ, മുസ്ലിം സഹോദരന്മാർ കട തുറക്കില്ല അവരുടെ പെരുന്നാളിന്. നമ്മൾ തിരുവോണത്തിൻ്റെ എന്തെങ്കിലും കട തുറന്ന് വെക്കും. നാരായണ. എന്നിട്ടോ നമ്മുടെ കടയുടെ വാതിക്കൽ ആ മഹാബലിയെ ചിത്രീകരിക്കും. മഹാബലിക്ക് കൊമ്പമീശയുണ്ടോ, കുടവേറിനുണ്ടോ? ആരും പ്രതികരിക്കുന്നില്ല. മുമ്പ് പറഞ്ഞതുപോലെ മഹാബലിയെ ചവിട്ടി താഴ്ത്തി. ആർക്കും ചോദ്യവും വേണ്ട, ഒന്നും വേണ്ട. എനിക്കെന്നാ വേണം? ചവിട്ടി താഴ്ത്തിക്കേ കൊള്ളാം. പക്ഷേ മറ്റ് സമുദായക്കാരെ നിന്ദിക്കാൻ പോയാൽ വിവരം അറിയും. സുഹൃത്തുക്കളെ, ഇവിടെ എന്ത് ചെയ്തു? ദക്ഷൻ അഹങ്കാരം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി. യാഗം നടത്താൻ തീരുമാനിച്ചു. നാരദര് മുഖാന്തരം സതീദേവി അറിഞ്ഞു, നാരദ മഹർഷി അറിഞ്ഞു. ശിവഭഗവാനെ ക്ഷണിച്ചിട്ടില്ല. പക്ഷേ സതീദേവി മറന്നുപോയി. യാഗത്തിൻ്റെ അന്ന് വിമാനങ്ങൾ കുറേ ആകാശത്തൂടെ പറക്കുന്നു. നോക്കിയപ്പോൾ വിമാനത്തിലിരുന്നു കൊണ്ട്, പുരാണം പറയുന്നതാണ്, വിമാനത്തിലിരുന്നു കൊണ്ട് നോക്കിയപ്പോൾ കൈലാസത്ത് സതീദേവി ഒരുങ്ങിയും ചമയാതെയൊക്കെ നിൽക്കുന്നു. 2-3 സതീദേവിയുടെ കൂട്ടുകാരികൾ അല്ലേ? നമുക്കും കൂട്ടുകാരികളുണ്ടല്ലോ, പെൺകുട്ടികളൊക്കെ അല്ലേ? വിവാഹത്തിനാകുമ്പോൾ അവരെ പഠിച്ച കൂട്ടുകാരികളൊക്കെ വിളിക്കും അല്ലേ? അങ്ങനെയുള്ള സ്പെഷ്യൽ കൂട്ടുകാരികൾ 2-3. സതീദേവി എന്താ ഒരുങ്ങാഞ്ഞ്? എന്തിനാ ഒരുങ്ങുന്നത്? നിങ്ങൾക്ക് എവിടെ പോവാ? അയ്യോ അറിഞ്ഞില്ലേ? സതീദേവി അച്ഛനൊരു യാഗം നടക്കുന്നു, വിളിച്ചിട്ടില്ലേ? പോകുന്നില്ലേ? അയ്യോ കള്ളം പറഞ്ഞു. ധർമ്മം രക്ഷിക്കാൻ കള്ളം പറയാം. സതീദേവി കള്ളം പറഞ്ഞു. അയ്യോ ഞാൻ ഉണ്ടായിരുന്നു കേട്ടോ, രാവിലെ അടുക്കള ഒത്തിരി ജോലി ഉണ്ടായിരുന്നു, അതെല്ലാം തീർത്ത് വന്നപ്പോഴത്തേക്കിനും ഒന്നാതെ ശിവഭഗവാൻ ഇത്തിരി കോപമൊക്കെ ഉണ്ട്. അറിയാൻ മേലെ കൊച്ചേട്ടൻ രാവിലെ പോയി കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ആഹാരമൊക്കെ കൊടുത്തു വിട്ടില്ലെങ്കിൽ വൈകിട്ട് വരുമ്പം പൂമുഖവാതുക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ. ബ്രഹ്മശ്രീ പി. എൻ. നാരായണ നമ്പൂതിരി ചങ്ങനാശ്ശേരി പുഴവാത് മുത്താരമ്മൻ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി സേവനം ചെയ്യുമ്പോൾ രാവിലെ 10 മണിക്ക് അടച്ചു. ഇല്ലത്ത് വന്നു. 7 കിലോമീറ്റർ ദൂരമുണ്ട്. ഇല്ലത്ത് വന്ന് വണ്ടി അവിടെ നിർത്തി. അപ്പോഴാണ് മൊബൈലിലൊരു വോയിസ് മെസ്സേജ്, ചേട്ടാ വരുമ്പോൾ കാപ്പിപ്പൊടി മേടിച്ചുകൊണ്ട് പോരണേ. എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാനിത് വാങ്ങിയില്ലെന്നിരിക്കട്ടെ,
ശ്രീമതി ആ സിറ്റൗട്ടിൽ ആ വരാന്തയിൽ പൂമുഖവാതുക്കൽ ഇങ്ങനെ സ്നേഹം പിടർന്ന് നിൽക്കുകയാണ്. തിരുമേനി നാരായണ നമ്പൂതിരി എന്ത് ചെയ്തു? വാഹനമൊക്കെ അവിടെ വെച്ച് അകത്തോട്ട് കയറാൻ നേരത്ത് ആ പടിയെ നിന്നുകൊണ്ടൊരു ചോദ്യം, ചേട്ടാ കാപ്പിപ്പൊടി മേടിച്ചായിരുന്നോ? പട്ടേ. എന്താ ശബ്ദം കേട്ട്? ഇവിടെ ഒരു ശബ്ദം കേട്ടല്ലോ. പട്ടേന്നൊരു ശബ്ദം കേട്ട എന്തായിരുന്നു? രാവിലെ നാരായണ നമ്പൂതിരി 5 മണിക്ക് ക്ഷേത്രം നട തുറക്കാൻ പോണു. വരുന്ന ഭക്തജനങ്ങളെ മുഴുവൻ ഒരു കൈയുടെ 5 വിരലിൽ കോർത്തു കൊണ്ടുപോകണം ചങ്ങലയായിട്ട്. കോപിഷ്ഠനാകരുത്. ക്ഷേത്രത്തിലെ മേൽശാന്തി അദ്ദേഹം കോപിഷ്ഠനാകരുത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഈ ജോലിയെല്ലാം തിരക്കിനിടയ്ക്ക് നിവേദ്യങ്ങളെല്ലാം വെച്ച് വരുന്ന ഭക്തജനങ്ങളെ മുഴുവനും പ്രീതിപ്പെടുത്തി അമ്പലത്തിലെ പൂജയെല്ലാം കഴിഞ്ഞ് സാവകാശം വൃത്തിയാക്കി നടയടച്ച് അക്ഷീണതനായിട്ട് വരുന്ന നാരായണ നമ്പൂതിരി മുറ്റത്ത് വണ്ടി അവിടെ വെച്ചു. അങ്ങോട്ട് കയറാനായിട്ട് ചെല്ലുമ്പോഴാണ് സിറ്റൗട്ടിലോ വരാന്തയിലോ നിന്നുകൊണ്ട്, ചേട്ടാ കാപ്പിപ്പൊടി മേടിച്ചായിരുന്നോ? പിന്നെ ഭർത്താവിന് ദേഷ്യം വരത്തില്ലേ? 3 പേരിൽ വലത്തെ കാരണത്ത് പട്ടേ ഒരൊറ്റ അടി. മെസ്സേജാണ്, അത് സ്വീകരിച്ചോണം. നമ്മുടെ ഭർത്താവായിക്കോട്ടെ ഭാര്യ ആയിക്കോട്ടെ വിഷമിച്ച് അവശനായി ക്ഷീണിച്ചായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയണം. പുത്തനച്ചി എന്തോ പുസ്തകം മേടിച്ചില്ലെന്നോ? പുത്തനച്ചി ഇന്നും മേടിക്കാൻ പോയില്ലേ? പഴഞ്ചൊല്ലിൻ്റെ പുസ്തകം ലൈവ് പോയിക്കൊണ്ടിരിക്കുക അല്ലേ? പുത്തനച്ചി വരപ്പുറം തൂക്കും. വന്നാറിനെ അറിയാവോ ഭർത്താവിൻ്റെ സ്വഭാവം എന്താണെന്ന്? അല്ല, ഈ കുട്ടി എന്ത് ചെയ്തു? അമ്മ പറഞ്ഞു കൊടുത്തില്ല. അമ്മ പറഞ്ഞു കൊടുത്തില്ല. അടയ്ക്കുകയാണെങ്കിൽ മടി വയ്ക്കാം. അടയ്ക്കുകയാണെങ്കിൽ മടി വയ്ക്കാം. അടയ്ക്കാൻ വരെ മടി വയ്ക്കാൻ പറ്റുമോ? ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം, മോളെ നീ ഒരു ഭവനത്തിൽ ചെല്ലേണ്ടതാണ്, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അമ്മ പറഞ്ഞു കൊടുക്കണം. അച്ഛനല്ല, അച്ഛൻ അമ്പലത്തിൽ പോയിരിക്കുക, ശാന്തിക്ക് അല്ലെങ്കിൽ ജോലിക്ക് പോയിരിക്കുക. സുഹൃത്തുക്കളെ, ഈ സതീദേവി എല്ലാവരോടും കള്ളം പറഞ്ഞു. വന്നവരൊക്കെ 2-3 പേര് നിന്നപ്പോൾ പുറകെ വന്ന അപ്സരസുകളെല്ലാം നിന്നു. സതി നീ ഒരുങ്ങിയില്ലേ? ഞാൻ വരിക, നിങ്ങളെല്ലാം പൊക്കൾ പുറകെ വന്നേക്കാം. അപ്പുറത്ത് ദക്ഷൻ്റെ കൊട്ടാരത്തിൽ ഭടന്മാരെ കൽപ്പിച്ചു, കൈലാസത്തിൽ നിന്ന് ആര് വന്നാലും അകത്തേക്ക് കയറ്റിയേക്കരുത്. ഭടന്മാരെ കുന്തവും കൊടുത്ത് ഓരോ ഗോപുരത്തിൽ 9 ഗോപുരമുണ്ട്. ഓരോ ഗോപുരം എതിലെയാ വരുന്നതെന്ന് അറിയില്ലല്ലോ, തൻ്റെ മരുമകനും മകളും. അതുകൊണ്ട് ഒരാളിനെയും കൈലാസത്തിൽ നിന്ന് ആര് വന്നാലും ഇങ്ങോട്ട് കയറ്റിയേക്കരുത്. ശിവഭഗവാൻ ഇതെല്ലാം അറിയാം. ഭഗവാൻ ആരാ? പാർട്ടി. അദ്ദേഹം ധ്യാനിച്ച് മനഃപൂർവ്വം മിണ്ടാതെ ധ്യാനത്തിലിരുന്നു. ഏതാ കള്ളധ്യാനം? ഉറങ്ങുന്നവരെ ഉണർത്താൻ പ്രയാസമാണ്. ആണോ? ഉറങ്ങുന്നവരെ എങ്ങനെയെങ്കിലും ഉണർത്താം. ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പ്രയാസമാണ് അല്ലേ? നമ്മൾ വിചാരിക്കും കൊച്ചാട്ടിൽ ഇതൊന്നും കാണുന്നില്ലെന്ന്, കുറച്ചുകൂടി കിടക്കുക അല്ലേ? ഇതെല്ലാം അദ്ദേഹം അറിയുന്നുണ്ട്. ഇതെന്ത് ചെയ്തു? സതീദേവി പതുക്കെ ഭഗവാന്റെ അടുത്തോട്ട് വന്നു. നാഥ. ആര്യ വിളിച്ചേ? സതി. സതി നാഥ എന്ന് വിളിച്ച ആര്യ? എന്തോ എന്തോ പതിവ്രതാധർമ്മം. ഭർത്താവ് തരുണിമാർക്ക് ഈശ്വരൻ എന്നറിയുക. പതിവ്രതാധർമ്മം കേട്ടു. യജ്ഞശാലയിൽ പതിവ്രതാധർമ്മം പറഞ്ഞു കൊടുത്തു. രുക്മിണി സ്വയംവരത്തിന് രുക്മിണി ദേവിക്ക് പതിവ്രതാധർമ്മം പറഞ്ഞു കൊടുത്തു. പാർവതി വരണയത്തിന് ഹിമവാന്റെ പത്നി മേന നാരദ മഹർഷിയും കൂടി പതിവ്രതാധർമ്മം പറഞ്ഞു കൊടുത്തു. ഒറ്റ മെസ്സേജ് അതിൽ നിന്നും. ആ പതിവ്രതാധർമ്മം പറഞ്ഞു കൊടുത്തുവെങ്കിൽ രാസക്രേഡി പറയുന്നു, ഭർത്താവ് തരുണിമാർക്ക് ഈശ്വരൻ എന്നറിയുക. തിരിച്ചങ്ങനെയാണ്. കതിർമണ്ഡപത്തിൽ വെച്ച് താലി ചാർത്തുമ്പോഴുള്ള മന്ത്രം സഹധർമ്മം ചരത. സുഹൃത്തുക്കളെ, ഭഗവാനെ വിളിച്ചു നാഥ. പതിവ്രതാധർമ്മം കേട്ട ഈ ഭാര്യ പിറ്റേ ദിവസം വെളുപ്പിനെ 5:30 മണിക്ക് ഭർത്താവിന് കടുങ്കാപ്പി വേണം. 5:30 മണിക്ക്. ചെറിയൊരു തമാശയൊക്കെ വേണ്ടേ? കഥ മാത്രം പോരല്ലോ. 5:30 മണിക്ക് ഭർത്താവ് എഴുന്നേക്കും. പതിവ്രതാധർമ്മം കേട്ട ഈ ഭാര്യ വൈകിട്ട് അലമാരി തുറന്ന് പുതിയൊരു ഈരേഴം തോർത്ത് എടുത്തു വെച്ചു. ദിവസവും കുളിക്കാൻ തോർത്തുണ്ട്. പതിവ്രതാധർമ്മം കേട്ടിട്ട് പോയതാ, കളിയാക്കുകയല്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം? 5:30 മണിക്ക് കടുങ്കാപ്പ് കുടിക്കുന്ന ഭർത്താവിന് 5 മണിയായപ്പോഴേ കുളിയെല്ലാം കഴിഞ്ഞ് ഈ പുത്തൻ വെളുത്ത ഈരേഴം തോർത്ത് നനച്ച് കുളിച്ചിട്ട് പുറകിട്ട് ചുറ്റുമൊക്കെ ചുറ്റി സിന്ദൂരം തൊട്ടു, കണ്ണുമൊക്കെ എഴുതി, പിരിയൊക്കെ എഴുതി, സിന്ദൂര രേഖയിൽ കുങ്കുമമൊക്കെ തൊട്ടിട്ട് കടുങ്കാപ്പിയും കൊണ്ട് വന്ന് വിളിച്ചു. 5:30 കടുങ്കാപ്പ് കുടിക്കുന്ന പതിവ്. 5 മണിയായപ്പോഴേ ഭാര്യ വന്ന് വിളിച്ചു, നാഥ. സ്വാമി കടുങ്കാപ്പി കുടിക്കോ സ്വാമി? നാഥൻ എന്ത് ചെയ്തു? ഭർത്താവ് നേരെ തിരിഞ്ഞു കിടക്കുമായിരുന്നു. ഏതാണ്ട് ഒച്ച കേട്ടപ്പം തിരിഞ്ഞങ്ങോട്ട് കിടന്നു. ഏതാണ്ട് പറഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് കിടന്നു. വീണ്ടും വിളിച്ചു, സ്വാമി കടുങ്കാപ്പി കുടിക്കോ സ്വാമി? ഒന്ന് ഞെട്ടി ഉണർന്നു കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒരാളിങ്ങനെ മുമ്പിൽ നിൽക്കുന്നു.
സ്വാമി ഞാൻ തന്നെയാണ് സ്വാമി, കടുങ്കാപ്പി വേണോ സ്വാമി? അദ്ദേഹം കൈയൊന്ന് പിച്ച് നോക്കി, സ്വപ്നമല്ലോ ആണോ എന്ന്. പതിവില്ലാതെ ഭാര്യ തന്നെയല്ലേ ഇത്? സ്വാമി ഞാൻ തന്നെ, വേറെ ആരുമല്ല. അങ്ങ് ചിലപ്പോൾ സ്വപ്നത്തിൽ വേറെ ആരെങ്കിലും കണ്ടു കാണും, ഞാൻ തന്നെയാ. കടുങ്കാപ്പി കുടിക്കൂ സ്വാമി. നിനക്കെന്ത് പറ്റി? ഇന്നലെ നാരായണ നമ്പൂതിരി വന്ന് പതിവ്രതാധർമ്മം പറഞ്ഞു, സ്വാമി എന്നേ വിളിക്കാവൂ ഭർത്താവിനെ. നാഥ നാഥ അല്ലേ? ഇവിടെ സതീദേവി എന്ത് ചെയ്തു? ഭർത്താവ് ധരണിമാർക്ക് ഈശ്വരന്, ഭർത്താവിനെ അതുപോലെ കാണണം, തിരിച്ച് ഭാര്യ അതുപോലെ കാണണം. ഭാര്യയുടെ മെടുക്കുകൊണ്ട ഭർത്താക്കന്മാരെ, പുരുഷന്മാരെ, നാരായണ നമ്പൂതിരി നീയും നടക്കുന്നത് ഭാര്യയുടെ മെടുക്കുകൊണ്ട. ആ ഭാര്യ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇല്ലാത്തവർക്ക് വിഷമിക്കരുത്, അത് പ്രകൃതി നിയമമാണ്. മരണം വരുമിനി നിയമമാണ്, ആരും ദുഃഖിക്കണ്ട, അനപത്യ ദുഃഖം വേണ്ട. കഥകളുണ്ട് പറയാം. ഇവിടെ എന്ത് ചെയ്തു? സതീദേവി നാഥ, ഭഗവാൻ വ്യാജ ചിരിച്ചിട്ട് ചോദിച്ചു, എന്താ നാഥേ? നാഥ, എൻ്റെ അച്ഛൻ അവിടെ യാഗം നടത്തുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരികളെല്ലാം പോകുന്നു, ഞാനും കൂടി ഒന്ന് പൊക്കോട്ടെ. നാഥേ, വിളിക്കാത്ത സ്ഥലത്ത് ചെല്ലാൻ നമുക്ക് അധികാരമില്ല, അതുകൊണ്ട് നമ്മളെ ക്ഷണിച്ചിട്ടില്ലല്ലോ നിൻ്റെ അച്ഛൻ. നാഥ, എൻ്റെ അച്ഛനല്ലേ, നമ്മളെ ക്ഷണിക്കേണ്ട കാര്യമുണ്ടോ? നാഥേ, അത് വിവാഹത്തിന് മുൻപ്. വിവാഹം കഴിഞ്ഞാൽ, സുഹൃത്തുക്കളെ, മകളെ വിവാഹം പറഞ്ഞു കൊടുത്തു, വിവാഹം കഴിച്ചു കൊടുത്തു, ഓർത്തില്ല ഞായറാഴ്ചയായിരുന്നു വിവാഹം. വ്യാഴാഴ്ച ദിവസം അച്ഛൻ്റെ പിറന്നാൾ, നാരായണ നമ്പൂതിരിയുടെ പിറന്നാൾ. എൻ്റെ ഭാര്യ വിളിച്ചു മകളെ, തിങ്കളാഴ്ച, ഞായറാഴ്ചയായിരുന്നു വേളി, തിങ്കളാഴ്ച വിളിച്ചു, മോളെ എന്തുണ്ട് വിശേഷം? ഒന്നും ഇല്ലാമേ, സുഖമായിരിക്കുന്നു മോളെ. സുഖാ മോളെ. മോളെ എന്തിയെ? അണ്ണൻ ചേട്ടൻ എന്തിയെ? ചേട്ടൻ പുറത്തേക്ക് പോയേക്കു അമ്മേ. എന്താ അമ്മേ? മോളെ പറയാൻ മറന്നുപോയി, വ്യാഴാഴ്ച അച്ഛൻ്റെ പിറന്നാളാ, വിവാഹത്തിന് ശേഷമുള്ള ആദ്യത്തെ പിറന്നാളാ, മാസപ്പിറന്നാളാ. നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വരാമോ? വരാം അമ്മേ. ഇന്നലെ വരെ ഖദർ മണ്ഡപത്തിലെത്തിയില്ലായിരുന്നു. ഖദർ മണ്ഡപത്തിലെത്തി കഴിഞ്ഞ് പിറ്റേ ദിവസം അമ്മ മോളെ വിളിച്ചപ്പോൾ ഈ കാര്യം പറഞ്ഞു. അണ്ണൻ അല്ലെങ്കിൽ ചേട്ടൻ അല്ലേ, എന്തിയെ മോളെ, ചേട്ടൻ എന്തിയെ? പുറത്തേക്ക് പോയി അമ്മേ. എന്നാൽ മോളെ വ്യാഴാഴ്ച ദിവസം അച്ഛൻ്റെ പിറന്നാളാ, നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വരണേ. വരാം അമ്മേ. വരാം അമ്മ എന്ന് പറഞ്ഞത് ശരിയോ തെറ്റോ? ഞായറാഴ്ച വിവാഹം കഴിഞ്ഞ് ഈ കുട്ടി ഭർത്താവിൻ്റെ കൈക്ക് പിടിച്ച് താലിയും ചാർത്തി കുങ്കുമരേഖയിൽ കുങ്കുമം ധരിച്ചുകൊണ്ട് തൻ്റെ വീട്ടിൽ കുടിവെപ്പ് കഴിഞ്ഞപ്പോൾ അത് പിറ്റേ ദിവസം അമ്മ വിളിച്ച് പറഞ്ഞപ്പോൾ ഈ മകള് പറഞ്ഞത് ശരിയോ തെറ്റോ? കേൾക്കാം നമുക്ക്. അതെ, ചേട്ടൻ ഉച്ചയ്ക്ക് തൻ്റെ കൂട്ടുകാരൻ വന്നിട്ട് 2 ആഴ്ചയായി കല്യാണത്തിനായിട്ട് വന്നതാണ്. പിറ്റേ ദിവസം തിങ്കളാഴ്ച ഉച്ച കഴിഞ്ഞ് പോവുക. അപ്പോൾ എന്ത് ചെയ്തു? ഭർത്താവ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് ഭാര്യയോട് പറഞ്ഞു, പുത്തനച്ചിയല്ലേ ഇന്നലെ വന്നതല്ലേ ഉള്ളൂ, എടോ എൻ്റെ കൂട്ടുകാരൻ 2 ആഴ്ചയായി വന്നിട്ട് അവൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് തിരിച്ചു പോവുക ഗൾഫിലേക്ക്, ഞാനിന്ന് പോയി ഒന്ന് കണ്ടിട്ട് വരാം. അമ്മേ, ഞാനിന്ന് പോയിട്ട് വരാം കേട്ടോ. ശരി മോനെ. അമ്മ, ശരി അണ്ണാ, ചേട്ടാ, എന്തോ ആയിക്കോട്ടെ. പോയിട്ട് ഉച്ച കഴിഞ്ഞാണ് വന്നത്. കാരണം എന്താ? അവിടെ കൂട്ടുകാരനുമായിട്ട് ലോഹയൊക്കെ പറഞ്ഞ് അത് തന്നെ പറഞ്ഞോ, ശരിയാ. അതെല്ലാം കഴിഞ്ഞപ്പോൾ 2:30-3 മണിയായപ്പം വന്നു. അതെല്ലാം നടന്നു. ഗ്ലാസ് 2 എടുത്തു, ചിയേഴ്സൊക്കെ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേ വന്നിങ്ങോട്ട് കയറിയതേ ഉള്ളൂ. ചേട്ടാ എന്താ? ചേട്ടൻ്റെ ശരീര അവസ്ഥ മാറി. ഉച്ചക്കത്തെ ഊണെല്ലാം കഴിഞ്ഞപ്പോഴേ, ചേട്ടാ അമ്മ വിളിച്ചായിരുന്നു. എന്താടോ വിളിച്ചേ? എടോ എന്താടോ വിളിച്ചേ? ഇന്നലെ കല്യാണം കഴിഞ്ഞ് ഇന്ന്. എടോ അടുത്ത ദിവസം കേൾക്കാൻ എന്തായിരിക്കുമെന്ന് കുറച്ച് കഴിയുമ്പം. എന്താടോ വിളിച്ചേ? അത് ചേട്ടാ അമ്മ വിളിച്ചായിരുന്നു. എന്തിനാ? അത് വ്യാഴാഴ്ച അച്ഛൻ്റെ പിറന്നാളാ, നമ്മൾ രണ്ടും കൂടെ അങ്ങോട്ട് ചെല്ലണം. നീ എന്ത് പറഞ്ഞു? ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞു. പട്ടേ വീണ്ടും പട്ടേ. ഒന്നാമതേ വയറ്റിനകത്ത് ഈ സാധനം ഉണ്ട് താനും. അതില്ലായിരുന്ന ഒരു കുഴപ്പമില്ലായിരുന്നു. ശരിയാണോ തെറ്റാണോ? സദസുത്തരം പറയണം. അച്ഛനും അമ്മയും വളർത്തി വലുതാക്കിയ ഈ മകളെ ഖദർ മണ്ഡപത്തിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ, താലി ചാർത്തി കഴിഞ്ഞപ്പോൾ ഭർത്താവായി. സഹധർമ്മം ചരത, മന്ത്രങ്ങളാൽ ആ താലിമാല ചാർത്തി കണ്ഠത്തിൽ, താലിമാല കണ്ഠത്തിലിടണം. താലിമാല കഴുത്തിൻ്റെ താഴെ ഇടേണ്ട, പൂക്കളിൻ്റെ അവിടെ ഇടേണ്ടത്. താലിമാല കണ്ഠപ്രദേശം, കണ്ഠസൂത്രം, മംഗല്യസൂത്രം അത് കഴുത്തിൻ്റെ താഴെ, പൂക്കളിൽ അവിടെ ഇടേണ്ടത്. പരപുരുഷന്മാർ കാണണം, എൻ്റെ കഴുത്തിൽ താലിയുണ്ട്, ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്. കണ്ഠത്തിലാണ് അണിയിക്കേണ്ടത്. സുഹൃത്തുക്കളെ, പറയാൻ ധാരാളമുണ്ട്, രുക്മിണി സ്വയംവരം വരുമ്പോൾ പറയാം. എന്തായാലും ഇവിടെ എന്ത് ചെയ്തു? ആ വിവാഹം കഴിഞ്ഞെങ്കിൽ പിന്നീട് മുഴുവൻ അധികാരി ആരാണ്? അച്ഛനും അമ്മയ്ക്കും പരിധിയുണ്ട്. പക്ഷേ ഭർത്താവിൻ്റെ അനുമതിയില്ലാതെ
എങ്ങും യാത്ര ചെയ്യരുത്. പതിവ്രതാ ധർമ്മം. ഭർത്താവ് സ്ഥലത്തില്ല എങ്കിൽ ഒരുങ്ങി ചമഞ്ഞ കുട്ടി, ആ പെൺകുട്ടി ഭാര്യ പൊതുസ്ഥലങ്ങളിൽ പോകരുത്, ഉത്സവാദികൾക്ക് പോകരുത്, ഭർത്താവ് ഇല്ലാത്തപ്പോൾ അണിഞ്ഞൊരുങ്ങി നടക്കരുത്. ഭാര്യ ഋതുമതിയായാൽ 5-ാം ദിവസം ആദ്യം കാണേണ്ടത് ഭർത്താവിൻ്റെ മുഖമാണ്. നാരദ മഹർഷി പാർവ്വതീദേവിക്ക് ഉപദേശിച്ചു കൊടുത്തു പതിവ്രതാധർമ്മം. ഇവിടെ അമ്മ വിളിച്ചു പറഞ്ഞു, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഭർത്താവ് അവിടെ ഇല്ലായിരുന്നു. വന്നപ്പോൾ ചോദിച്ചു, അമ്മ വിളിച്ചിരുന്നു. എന്താ വിളിച്ചത്? വ്യാഴാഴ്ച അച്ഛൻ്റെ പിറന്നാളാണ്, നമ്മൾ രണ്ടും ചെല്ലാൻ പറഞ്ഞു. നീ എന്ത് പറഞ്ഞു? ചെല്ലാമെന്ന് പറഞ്ഞു. ഒറ്റ അടി വെച്ചു കൊടുത്തു കാരണത്തിൻ്റെ. ശരിയോ തെറ്റോ? ആ ഭർത്താവ് അടിച്ചത് ശരിയോ തെറ്റോ? അകത്ത് എന്തു ആയിക്കോട്ടെ, സദസ്സുത്തരം പറയണം. എന്തോ ഇന്നലെ വരെ അച്ഛനും അമ്മയുടെ വരുതിയിലാണ് കഴിഞ്ഞത്. താലി ചാർത്തിയാൽ ഭർത്താവിൻ്റെ ഇംഗിതമനുസരിച്ചേ ഭാര്യ പ്രവർത്തിക്കാവൂ. ആ നല്ലവളായ ഭാര്യ ആയിരുന്നുവെങ്കിൽ എന്താണ് പറയേണ്ടത്? അമ്മേ, അണ്ണൻ സ്ഥലത്തില്ല കേട്ടോ, ചേട്ടൻ സ്ഥലത്തില്ല, വന്നിട്ട് ചോദിച്ചിട്ട് പറയാം അമ്മേ. അദ്ദേഹം ഇനി എന്തെല്ലാം കാര്യങ്ങൾ എവിടെയെങ്കിലും ഏറ്റിട്ടുണ്ടോയെന്ന് അറിയില്ല. വ്യാഴാഴ്ചയല്ലേ അമ്മയെ പിറന്നാൾ? ഞാനും അറിഞ്ഞതാ, മറന്നുപോയി അമ്മയെ, കല്യാണ തിരക്കിലൊക്കെ ആയതുകൊണ്ട് മറന്നുപോയി. ചേട്ടൻ വരുമ്പോൾ ചോദിച്ചിട്ട് ഞാൻ വിവരം പറയാം. അതല്ലേ ആ ഈശ്വരഭക്തിയുള്ള പെൺകുട്ടി പറയേണ്ടത്. എന്തിനാ ഈ മെസ്സേജ്? ശിവഭഗവാനോട് പറഞ്ഞു. ശിവഭഗവാൻ പറഞ്ഞു, ക്ഷണിക്കാതെ ചെല്ലുന്നത് അപമാനത്തിനിടയാകും. അതുകൊണ്ട് ക്ഷണിക്കുന്നിടത്ത് മാത്രമേ ചെല്ലാവൂ. ക്ഷണിക്കാതെ ചെല്ലുന്ന സ്ഥലം ഇത് വിവാഹപ്പന്തൽ ക്ഷണിക്കാതെ ചെല്ലൂ ആരെങ്കിലും? ക്ഷണിക്കാതെ ആരെങ്കിലും വിവാഹത്തിന് പോകുമോ? ക്ഷണിക്കാതെ പോകാം. എവിടെ? ഒരു മരണം വീട്ടിൽ. ആ മരണം വീട്ടിൽ സംഭവിച്ചാൽ നമ്മളെ ക്ഷണിക്കാതെ ആ ഡെഡ് ബോഡി കാണാൻ പോകും. കുട്ടിയെ കിഴക്കേ വീട്ടിലെ ആ സ്ത്രീ പ്രസവിച്ചു, ആശുപത്രിയിലായിരുന്നു. വന്നപ്പോൾ ആ കുഞ്ഞിനെ കാണാൻ പോകാൻ ക്ഷണിക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? ക്ഷേത്രത്തിൽ വരാൻ ക്ഷണിക്കേണ്ട കാര്യമില്ല. ഇവിടെ തൻ്റെ അച്ഛൻ നടത്തുന്ന യാഗമാണ്. അച്ഛൻ വിവാഹത്തിന് ഉണ്ട്, 100% അച്ഛൻ തന്നെയാണ്. പക്ഷേ വിവാഹം കഴിഞ്ഞാൽ അതിനൊരു പരിധിയുണ്ട്. ഭർത്താവിൻ്റെ ഇംഗിതമില്ലാതെ ഭാര്യ പ്രവർത്തിക്കാൻ പാടില്ല. തിരിച്ചും ഭാര്യയുടെ ഇംഗിതമില്ലാതെ ഭർത്താക്കന്മാർ പോകരുത് കേട്ടോ. പോകുന്നവരൊക്കെ ചിലപ്പം നാരായണ നമ്പൂതിരെ പോലെ ചിലപ്പം കാണുമായിരിക്കാം. നാരായണ ഇല്ലേ, യജ്ഞശാലയെ വന്നിരുന്ന് നാമം ചൊല്ലുകയാണ്. അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം എടുത്തത്. അമ്പുജാക്ഷിയമ്മ കുറേ ദിവസമായി, 4-5 ദിവസമായി തിരുമേനോട് സംസാരിക്കുന്നത്. എന്തോ കേസുണ്ട്, ഇതൊന്നും പറയരുതെന്ന് മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. പരമാർത്ഥത്തെ അറിഞ്ഞിടാതെ പരിഹാസത്തെ നടത്തിയിടരുതേ. പരമാർത്ഥത്തെ അറിഞ്ഞിടാതെ പരിഹാസത്തെ നടത്തിയിടരുതേ. അല്ലേ? ഒരു കാര്യം വ്യക്തമാക്കാതെ അതേക്കുറിച്ച് പറയരുത്. ആ അമ്മ എന്നോട് 4-5 ദിവസം കൊണ്ട് വന്ന് അവരുടെ ദുരിതം എന്നോട് പറയുമായിരുന്നു. ഉടനെ കണ്ടവരെന്ത് ചെയ്തു? അവർ രണ്ടും കമ്പനിയാണ്. അപവാദം പറഞ്ഞു വരുത്തിയോ? ഉടനെ ആത്മഹത്യക്കല്ലേ പോകേണ്ടത്? അതുകൊണ്ട് അറിയാത്ത കാര്യങ്ങൾ അറിയാമെന്ന് വിചാരിച്ച് പരസ്യമാക്കരുത്. ഇവിടെ സതീദേവിയോട് പറഞ്ഞു, പോയാൽ അപമാനിതയാകും, നമ്മളെ ക്ഷണിച്ചിട്ടില്ല, പോകരുത്. നാഥാ, എൻ്റെ അച്ഛനും അമ്മയല്ലേ എന്നെ ക്ഷണിച്ചേക്കുന്നേ. നാഥേ, ഞാൻ 5 കൂട്ടം പറഞ്ഞു. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയേണ്ടവരോട് ഞാൻ പറഞ്ഞു. സതീദേവി പോയാൽ അഭിമാനതയാകും, അതുകൊണ്ട് പോകുന്ന ഉചിതമല്ല, നമ്മളെ ക്ഷണിച്ചിട്ടില്ല. എന്നാലും നാഥ, ഭഗവാൻ കള്ളത്തോടുകൂടി കള്ളത്തരത്തോടുകൂടി ധ്യാനത്തിലിരുന്നു. സതീദേവി എന്ത് ചെയ്തു? എൻ്റെ അച്ഛനും അമ്മയാണ് എന്നെ ക്ഷണിച്ചത്, ക്ഷണിച്ചിട്ടില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മ എന്നോട് ദേഷ്യപ്പെടുവോ? ഇല്ല, അച്ഛനും അമ്മയല്ലേ, എന്നെ പ്രസവിച്ചതല്ലേ, പോയേക്കാം. ഭഗവാന് 3 പ്രദക്ഷിണം അങ്ങോട്ട് വെച്ചു, നമസ്കരിച്ചു. ഭഗവാൻ അറിഞ്ഞു. പെട്ടെന്ന് നന്ദികേശനെ പറഞ്ഞു വിട്ടു. ഭഗവാൻ ഞൊടിയിടയിൽ നന്ദിയെ വിളിച്ചു വരുത്തി. ഭഗവാന്റെ വാഹനം കാള നന്ദി. സതീദേവി അങ്ങോട്ട് പോകാൻ തുടങ്ങുന്നു. അവിടുത്തെ ആ രംഗം ഒന്ന് കണ്ടിട്ട് വരൂ. നന്ദികേശൻ എന്ത് ചെയ്തു? ഭൂതഗണങ്ങളുമായിട്ട് അവിടെ ചെന്നു. കൈലാസത്തിൽ നിന്ന് ആര് വന്നാലും ഇങ്ങോട്ട് പ്രവേശിപ്പിച്ചേക്കരുത്. നന്ദി അവിടെ ചെന്നു. കിങ്കരന്മാരുമായിട്ട് യുദ്ധം ചെയ്തു. ദക്ഷിണിടപെട്ടു. നന്ദിയെ തിരിച്ചയച്ചു. ഭഗവാന്റെ അടുത്ത് നന്ദികേശ്വരൻ വന്ന് പറഞ്ഞു. ഉടനെ എന്ത് ചെയ്തു? ഭൂതഗണങ്ങളെ അങ്ങോട്ട് വിട്ടു. അവിടുത്തെ രംഗം അറിയാൻ വേണ്ടിയിട്ട് സതീദേവി അവിടെ ചെന്നു. ഭൂതഗണങ്ങൾ പുറകിലുണ്ട്. സതീദേവി അറിയുന്നില്ല തൻ്റെ ഭർത്താവ് ശിവഭഗവാൻ തൻ്റെ ഭർത്താവ് ഭൂതഗണങ്ങളെ രക്ഷയ്ക്കായിട്ട് അയച്ചിട്ടുണ്ടെന്നുള്ള കാര്യം, സൈന്യങ്ങളെ അയച്ച കാര്യം സതീദേവി അറിഞ്ഞില്ല. അവിടെ ചെന്നു. കിങ്കരന്മാരെല്ലാം വഴിമാറി കൊടുത്തു. നോക്കിയപ്പോൾ സതിയാ വരുന്നത്. ഇവിടെ ജനിച്ചു വളർന്ന കുട്ടിയാ. ദക്ഷൻ പറഞ്ഞെന്താണ്? കൈലാസത്തിൽ നിന്ന് ആര് വന്നാലും ഇങ്ങോട്ട് പ്രവേശിപ്പിച്ചേക്കരുത്. പക്ഷേ ആ കുഞ്ഞുനാൾ മുതൽ കണ്ടു വളർന്നു വന്ന ഭടന്മാർ സതി വരുന്നത് കണ്ടപ്പോൾ വഴിമാറി കൊടുത്തു. അകത്തോട്ട് ചെന്നു. ഓടി ആരോ ചെന്ന് ദക്ഷനോട് പറഞ്ഞു, ദേ മകൾ വരുന്നുണ്ട്. ഓടി ഇങ്ങോട്ട് യാഗശാലയിൽ നിന്നു പോകജവാൽ
ഭൂദേശദയിത്തെ യാഗശാലയിൽ നിന്നു പോകജവാൽ. ആരാടി നീ? ആരാ ഇവിടെ വരാൻ? അച്ഛാ, അച്ഛനോ? ആരാടി നിന്റെ അച്ഛൻ? കടക്കു പുറത്ത്, കടക്കു പുറത്ത്. നിന്റെ അച്ഛനോ? ആരാടി നിന്റെ അച്ഛൻ? അച്ഛാ, മിണ്ടി പോരുത്. ദക്ഷൻ കോപിച്ച് ഇങ്ങോട്ട് വന്നു, കഴുത്തിന് പിടിച്ച് പുറത്തു തള്ളി. ഭഗവാൻ തറച്ചു. ഒട്ടി സതീദേവി ഭഗവാന്റെ സന്നിധിയിലേക്ക് വന്നപ്പോൾ ഭഗവാൻ കോപാകുലനായിട്ട് നിൽക്കുന്നു. അവിടെ എടുത്തു താണ്ഡവാടി ജട പിടിച്ച് താഴെ അടിച്ചപ്പോൾ ദാ വീരഭദ്രസ്വാമി അവതരിച്ചു. കൂടെ ഒരാളുടെ അവതരിച്ചു, ഭദ്രകാളി. ഭഗവാന്റെ ജടയിൽ നിന്നും പുരികത്തിൽ നിന്നും എന്ന് വേണ്ട, അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഓരോ അവതാരങ്ങൾ വന്നു. ഭഗവാനെ, ഞാൻ എന്ത് ചെയ്യണം? ഹേയ് വീരഭദ്ര, പോകൂ ദക്ഷന്റെ ശാലയിലേക്ക്. യാഗം മുടിപ്പിച്ച് ദക്ഷന്റെ ശിരസർത്തിട്ടിങ്ങ് വന്നാൽ മതി. ഭദ്രകാളി, ആ രുധിരം കുടിച്ചോളൂ, പൊക്കോളൂ. വീരഭദ്രനെ നോക്കിയപ്പോൾ കിട്ടിയ ഒരു അവസരമാണ്. അദ്ദേഹം ഓട്ടി. നമ്മുടെ ക്ഷേത്രത്തിൽ വീരഭദ്രൻ ഇരിപ്പുണ്ട്. ക്ഷേത്ര ദർശനം പറയുമ്പോൾ പറയാമെന്ന് പറഞ്ഞുവെങ്കിലും ചുറ്റുപ്രദർശനമൊക്കെ ചെയ്ത് അകത്ത് കയറി കഴിയുമ്പോൾ ഇന്ദ്രാദി ദിക്പാലകന്മാർ ഇരിപ്പുണ്ട്. അഷ്ടദിക്പാലകന്മാരായിട്ട് അകത്തിരിപ്പുണ്ട്. ഒരു മഹാക്ഷേത്രമായാൽ ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ഒരു മാതൃകാ ക്ഷേത്രമായാൽ കൊടിമരം. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ആ പടിയാണ് പാദം. അത് കഴിഞ്ഞാൽ ആനക്കൂട്ടിലെ നട്ടെല്ലാണ് കൊടിമരം. അവിടെ നിന്ന് ചുറ്റുപ്രദർശനം ചെയ്ത് അകത്ത് കയറുമ്പോൾ അഷ്ടദിക്പാലകന്മാരായിട്ട് 10-16 ബലിക്കലുകളുണ്ട്. ഇന്ദ്രൻ, അഗ്നി, യമൻ, നിറുതി, വരുണൻ, വായു, വൈശ്രവണൻ, കുബേരൻ, വൈശ്രവണൻ, ദുർഗ, സുബ്രഹ്മണ്യൻ, ഈശാനൻ, ബ്രഹ്മൻ, അനന്തൻ. ഇതെല്ലാം കഴിഞ്ഞ് തെക്ക് വശം ചെല്ലുമ്പോഴാണ് 9 കല്ല് കിടക്കുന്നു. ഇന്ന് വരെ ആരെങ്കിലും ചോദിച്ചോ, തിരുമേനി ഈ അമ്പലത്തിനകത്ത് ഇത്രയും കല്ലുകളൊക്കെ കിടപ്പുണ്ട്, അതിൽ ഈ തെക്ക് വശം 9 കല്ല് കിടപ്പുണ്ടല്ലോ, ഏതൊക്കെയാ കല്ലുകൾ? വെള്ളിക്കല്ലുകളെന്ന് കേട്ടിട്ടുണ്ട്. അവരാരൊക്കെയാണെന്നൊന്ന് പറയാമോ? ആരെങ്കിലും ചോദിച്ചോ? മനസാക്ഷിയോട് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി, കൈവക്കണ്ട. അവിടെ തെക്കുവശേ 7 പേര്, മുകളിൽ 7 പേരുണ്ട്, 2 സൈഡിൽ 2 പേര് കിടപ്പുണ്ട്. മുകളിലുള്ള 7 പേരുടെ പേരാണ് ബ്രാഹ്മി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, ചാമുണ്ഡി, വാരാഹി, ഇന്ദ്രാണി, സപ്തമാതൃക്കൾ. ആ കല്ലിന് പറയുന്ന പേരാണ് സപ്തമാതൃക്കല്ല്. അത് മുകളിൽ 7 പേര്. ബ്രാഹ്മി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, ചാമുണ്ഡി, ഇന്ദ്രാണി 7 പേര്. ഇടത്തുവശം വലത്തുവശം ചെറിയ 2 കല്ലെടുപ്പുണ്ട്. ഇടത്തുവശം കിടക്കുന്ന കിഴക്കുവശം കിടക്കുന്ന കല്ലാണ് വീരഭദ്രൻ. വലത്തേ അറ്റത്ത് കിടക്കുന്ന കല്ല് ഗണപതി. അവിടെയാണ് ഉത്സവ ബലി ദർശനം എന്ന ആ ഒരു ചടങ്ങ് നടത്തുന്നത്. സപ്തമാതൃക്കല്ല്. സുഹൃത്തുക്കളെ, ഈ വീരഭദ്രനും ഭൂതഗണങ്ങളുടെ ദക്ഷന്റെ കൊട്ടാരത്തിലെത്തി. അവിടെ ചെന്ന് യാഗം മുടിച്ചു. ദക്ഷന്റെ ശിരസ് ഖണ്ഡിച്ചു. ഭദ്രകാളി അമ്മ രുദ്രം കുടിച്ചു. ദധീജി മഹർഷി ഇടപെട്ടു. പൂജകൻ ദധീജി മഹർഷിയാണ്. ദക്ഷനെ ജീവിപ്പിക്കണം. ഉടനെ പറഞ്ഞു, നാരദ മഹർഷി പറഞ്ഞു, വടക്കോട്ട് പോയിക്കോളൂ. ആദ്യം ഏതാണോ ജീവനുള്ള ശിരസ് കിട്ടുന്നത് എടുത്തു വെച്ചോളൂ. ചെന്നപ്പോഴെന്താണ് അവിടെ? ദക്ഷൻ വടക്കോട്ട് പോയി കഴിഞ്ഞപ്പോൾ ആദ്യം കണ്ടത് ആടിനെയാണ്. എന്ത് ചെയ്തു? ആടിൻ്റെ ശിരസ് എടുത്ത് വെച്ചു. ആടിൻ്റെ ശിരസ് എടുത്ത് വെച്ചിട്ട് ആ ദക്ഷൻ്റെ ശിരസുമായിട്ട് യോജിപ്പിച്ചു ആടിൻ്റെ ശിരസ്. എന്നിട്ട് എന്ത് ചെയ്തു? ഓടി ഇങ്ങോട്ട് വന്നു. ശിവഭഗവാൻ മുമ്പിലേക്ക് ദക്ഷ പ്രജാപതി ആടിൻ്റെ ശബ്ദത്തിൽ മന്ത്രങ്ങൾ ഉച്ചരിക്കാൻ തുടങ്ങി. ഓം അഗ്നിശ്ചമ ഇന്ദ്രശ്ചമേ സോമശ്ചമേ ഇന്ദ്രശ്ചമേ സവിതാ ഇന്ദ്രശ്ചമേ സരസ്വതീ ചമയന്ത ഇന്ദ്രശ്ചമേ പൂഷാ ചമയന്ദ്രശ്ചമേ ബൃഹസ്പതിശ്ചമ ഇന്ദ്രശ്ചമേ മർത്തശ്ചമേ ഇന്ദ്രശ്ചമേ വർണശ്ചമേ ഇന്ദ്രശ്ചമേ തുഷ്ട്വാചമ ഇന്ദ്രശ്ചമേ ധാതാചമ ഇന്ദ്രശ്ചമേ വിഷ്ണുശ്ചമ ഇന്ദ്രശ്ചമേ അശ്വിനോചമ ഇന്ദ്രശ്ചമേ മേ മേ മേ. ധാരണ ശബ്ദവാ. എന്തോ? ആ ശ്രീരുദ്രം ചമകം. അവിടെ അന്ന് തുടങ്ങി. ദക്ഷ പ്രജാപതി ഈ ആടിൻ്റെ ശിരസ് തലയിൽ വെച്ച് കൊടുത്തപ്പോൾ ശബ്ദം ആടിൻ്റെ ശബ്ദമായി. ഈ ആടിൻ്റെ ശബ്ദത്തിൽ എന്ത് ചെയ്തു? ഈ ദക്ഷ പ്രജാപതി ശിവഭഗവാനെ സ്തുതിച്ചു. അത് ചമകമായി മാറി.
അഗ്നാവിഷ്ണു സജോഷസേമാവർദ്ധന്തു വാം ഗിര ദിംനേർവാജീഭിരാഗിതം വാജശ്ചമേ പ്രവസശ്ചമേ പ്രയതിശ്ചമേ പ്രസിദ്ധിശ്ചമേ ധീതിശ്ചമേ കൃതിശ്ചമേ സുരശ്ചമേ ശ്ലോകശ്ചമേ ശ്രാവശ്ചമേ ശ്രുതിശ്ചമേ. അതാണ് ചമകമായിട്ട് രൂപാന്തരപ്പെട്ടത്. സ്തുതിച്ചു, എല്ലാവരും അനുഗ്രഹിച്ചു. ശിവഭഗവാൻ പ്രത്യക്ഷനായി. അല്ലയോ ദക്ഷ, അഹങ്കാരത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ വന്നാൽ ഇതായിരിക്കും അനുഭവം. അതുകൊണ്ട് അഹങ്കരിക്കാൻ പാടില്ല. നിനക്കിച്ചിരി അഹങ്കാരം ഉണ്ടായിരുന്നു. ഞാൻ ദക്ഷ പ്രജാപതിയാണ്, ബ്രഹ്മപുത്രനാണ്, ആരും എന്നെ വകവയ്ക്കില്ല, എല്ലാം കൊണ്ടും ഞാനാണ് എന്നുള്ള ഭാവം നിനക്കുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് മാറ്റിവെക്കൂ സുഹൃത്തുക്കളെ. അങ്ങനെ ദക്ഷയാഗോത്സവം അലങ്കോലമായി. ദധീചി മഹർഷി ഇടപെട്ട് വീണ്ടും ഒരു പുതിയ യാഗം നടത്തി. അവിടെ യാഗാഗ്നിയിൽ ഹോമിച്ച് ദക്ഷനും അനുഗ്രഹം കൊടുത്തു. ശിവഭഗവാൻ എല്ലാവർക്കും അനുഗ്രഹം കൊടുത്തു.